വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പാറുകുട്ടിയുടെ ലൈഫിലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ ആണ് കേട്ടോ ഇന്ന്. അവളുടെ സ്കൂൾ ആനുവൽ ഡേ ആണ്. അവളുടെ ലൈഫിലെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ് നടക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ ആനുവൽ ഡേ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മേക്കപ്പ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെയർ ആൻറ്റിയുടെ അടുത്ത് പോയി സെറ്റ് ചെയ്ത് വരാണ് കേട്ടോ ചെയ്തത്. 4 മണിയൊക്കെ ആകുമ്പോഴേക്കിന് സ്കൂളിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതേ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് സ്കൂളിലെത്തിയതാണ്. പാറുകുട്ടീനെ റെഡിയാക്കി ക്ലാസ്സിൽ ആക്കി കൊടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫംഗ്ഷനൊക്കെ തുടങ്ങാനായിട്ട് പോകണേ ഉള്ളൂ. അപ്പം പാറുകുട്ടി അകത്താണ് കേട്ടോ ഉള്ളത്. ഇന്നത്തെ ഈ ഒരു ആനുവൽ ഡേനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഒരു തീം ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത്. മഹാകാലിനെ പരമശിവൻ്റെ ഒരു മെയിൻ തീമിലാണ് ഈ ഒരു ഫംഗ്ഷൻ മൊത്തം നടക്കുന്നത്. അങ്ങനെ വെയിറ്റിങ്ങിനൊടുവിൽ നമ്മുടെ ഗസ്റ്റ് എല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. ನಿಂತು ಚಪ್ಪಾಳೆಗಳೊಂದಿಗೆ ನಮ್ಮ ಮುಖ್ಯ ಅತಿಥಿಗಳನ್ನ ಬರಮಾಡಿಕೊಳ್ಳೋಣ. I must say this is not just only the school day celebration. This is just a divine celebration. ಬರಮಾಡಿಕೊಳ್ಳೋಣ. ದಯಮಾಡಿ ಚಪ್ಪಾಳೆಯೊಂದಿಗೆ ಕಾಲಭೈರವ ಸ್ವಾಮಿಯನ್ನು ಕೂಡ ಭಕ್ತಿಪೂರ್ವಕವಾಗಿ ಬರಮಾಡಿಕೊಳ್ಳೋಣ. ഡോക്ടർ നിർമ്മലാനന്ദ മഹാസ്വാമിജിയുടെ പ്രസൻസും ഉണ്ടായി. കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ട് അറിയപ്പെടുന്ന മോഹൻലാലിന്റെ പ്രിൻസ് സിനിമയിലെ നായിക ആക്ട്രസ് പ്രേമയാണ് ഒരു ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഈ കന്നഡ ഫിലിം സ്റ്റാർസ് ആയിട്ടുള്ള പ്രണയരാജ ശ്രീനാഥ്, പത്മാവസന്തി ഇവരൊക്കെയാണ് ചീഫ് ഗസ്റ്റ്. കന്നഡയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറച്ച് ഫിലിം സ്റ്റാർസ് ആണ് കേട്ടോ ഇവർ. श्रीमती पद्मावसंती मैम, स्टार ऑफ कन्नड़ा फिल्म इंडस्ट्री. श्री V.N. Narayan Rao sir, Secretary of Gurushri Vidya Kendra, accompanied by our beloved principal Srinath sir, Vice Principal Vaijayanti ma'am, and our Head Minister Savita ma'am. പോലെ അല്ല കേട്ടോ, നോർമൽ സെലിബ്രേഷനൊക്കെ ഉള്ള പോലെ തന്നെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ട്. എങ്കിലും അത് കുറച്ച് ഡിഫറെൻറ്റ് വേയിലാണെന്ന് മാത്രം. നമ്മുടെ പണ്ടത്തെ ഒരു ബാല സെറ്റപ്പ് ഉണ്ടല്ലോ, അതുപോലെ ഡാൻസും പാട്ടും അതുപോലെ തന്നെ കുറച്ച് സ്റ്റോറിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് കേട്ടോ. കാലഭൈരവ പൂജയും അതുപോലെ തന്നെ ഈ ഒരു മഹാകാൽ എന്ന തീം ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ മൊത്തം പോകുന്നത്. മഹാകാൽ എന്നത് ഭഗവാൻ ശിവന്റെ ഏറ്റവും ശക്തവും ഗൗരവമേറിയതുമായിട്ടുള്ള ഒരു രൂപത്തെ സൂചിപ്പിക്കുന്ന പേരാണ്. അപ്പം ഓരോ പ്രോഗ്രാംസ് ആയിട്ട് നമുക്ക് കാണാം. ಪ್ರಥಮದಲ್ಲಿ ವರಸಿದ್ಧಿ ವಿನಾಯಕನ ಹಿರಿಯವರೆಗಳಿಗೆ ವಂದಿಸುತ್ತ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಯಾವ ವಿಘ್ನಗಳು ಬಾರದಂತಿರಲಿ ಎಂದು ವಿಘ್ನೇಶ್ವರನನ್ನ ಪ್ರಪ್ರಥಮವಾಗಿ ಸ್ಮರಿಸುತ್ತ ವಾಚ್ಯ ವೈಭವಗಳನ್ನ ಬಲ್ಲರೆ ಬಲ್ಲೆ ಬಲ್ಲೆ ಬಲ್ಲರೆ ಬಲ್ಲೆ ಬಲ್ಲೆ ಬಲ್ಲರೆ ಬಲ್ಲೆ ಬಲ್ಲೆ ರುದ್ರ ಬಲ್ಲರೆ ಬಲ್ಲೆ ಬಲ್ಲೆ ಬಲ್ಲರೆ ಬಲ್ಲೆ ಬಲ್ಲೆ ಬಲ್ಲರೆ ಬಲ್ಲೆ ಬಲ್ಲೆ ರುದ್ರ ಎಂದೆನ್ನುವ ಕೂಗಿಗೆ ಮಹಾಗುರು ವೀರಭದ್ರೇಶ್ವರ ಶಿವನ ಅಪ್ಪಣೆಯಂತೆ ಭೂಲೋಕಕ್ಕೆ ಬಂದಿದ್ದಾನೆ. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. ശിവ ശംഭോ സ്വയം ശംഭോ ശിവ ശംഭോ സ്വയം. ഫോർമലായിട്ടുള്ള എല്ലാ ഫംഗ്ഷനും കഴിഞ്ഞു. ഇനി ഇത് കൾച്ചറൽ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. So now it's a moment of a group photo with all our achievers of GSVK 2024-25 batch. ഇത്ര നേരമായിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഇപ്പോൾ ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോഗ്രാംസ് അല്ലാതെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. ഗേറ്റിന് പുറത്ത് വരെ തിരക്കാണ്, അത്രയ്ക്ക് ക്രൗഡഡ് ആയിട്ടുണ്ട്. 6, 5, 4, 3, 2, 1 and
പാർക്കിൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ട് അവൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റത്തെ സ്റ്റേജ് പെർഫോമൻസ് ആണ്. പാറക്കുട്ടിക്ക് നമ്മളൊരു 4 മണിയാകുമ്പം ഇതിനകത്ത് വിട്ടിട്ടുള്ളതാണ്. ഇനിയിപ്പം അതിനകത്ത് നിന്ന് അവളെ പിക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പം അവർ ഞങ്ങളുടെ പറഞ്ഞയക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടികളുടെയൊക്കെ സെക്യൂരിറ്റി മാനിച്ചുകൊണ്ട് അങ്ങോട്ട് ആരെയും തന്നെ കടത്തി വിടണേണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിന് ഒടുവിലാണ് കേട്ടോ പാറക്കുട്ടീനെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഞാൻ കുറച്ച് നേരം കൂടെയൊക്കെ ഇവിടെ ഇരുന്ന് ഫംഗ്ഷനൊക്കെ കണ്ടിട്ട് പോകാമെന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ. പക്ഷേ പാറക്കുട്ടി അത്യാവശ്യം നല്ല ടയേർഡാണ്. അതിന് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ നല്ല നല്ല പ്രോഗ്രാംസാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. ನಶಿಸುತ್ತವೆಯೋ, ಯಾರ ಸ್ಮರಣೆಯಿಂದ ಕಾಲವೇ ಅಂಜುತ್ತದೆಯೋ ಅಂತಹ ಮಹಾಕಾಲನನ್ನೇ ನಿಂದಿಸುವಿರಾ? ശിവനിരിക്കുന്നുണ്ട്. അപ്പോൾ പാറക്കുട്ടിക്ക് അത് കുറച്ച് നേരം കൂടി കണ്ടു നിൽക്കണം എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കൂടി ഞങ്ങളതൊക്കെ കണ്ടുകൊണ്ട് നിന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ പിടിച്ച് നിർത്തുന്ന പോലെയാണ്.
അത്രയ്ക്കും അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഓരോ പ്രോഗ്രാംസും. നമ്മൾ പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് പാറുക്കുട്ടിയുടെ കണ്ണിൽ ഈ ഒരു സ്റ്റോളുകളെല്ലാം പെടുന്നത്. അങ്ങനെ നമ്മളൊരു പോപ്കോണൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഇവിടെയുള്ള സ്റ്റുഡൻസിനെല്ലാം ഫുഡ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാറുക്കുട്ടി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അല്ല കാണുമ്പോൾ കഴിക്കാനായിട്ടൊരു ത്വര. അങ്ങനെ ദേ പാനിപ്പൂരി കണ്ടപ്പം ഞങ്ങൾ അതും കൂടി വാങ്ങിച്ച് ഷെയർ ചെയ്ത് കഴിക്കാനായിട്ടോ ചെയ്തത്. ഏട്ടൻ കഴിച്ച് നോക്കി ടെസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ പാറുക്കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ ദേ പാറുക്കുട്ടി കഴിക്കുകയാണ്. എനിക്ക് എന്തോ ഈ സാധനം അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പം പാറുക്കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അവളിതേ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. വായിൽ തന്നെ മൊത്തത്തിലകത്താക്കിയിട്ടുണ്ട് കേട്ടോ. ദേ സൂപ്പർ എന്നുള്ള അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം എനിക്കാണെങ്കിൽ ഇവിടുത്തെ പ്രോഗ്രാംസൊക്കെ കണ്ടിട്ട് പോവാം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ പാറുക്കുട്ടി ഒരുപാട് നേരമായിട്ട് അതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയായതുകൊണ്ട് തന്നെ അവൾ ശരിക്കും നല്ല ടയേർഡാണ്. അപ്പം ഇനിയിപ്പോൾ അവളായിട്ട് വീട്ടിലേക്ക് പോവാം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു ആനുവൽ ഡേ ഉണ്ടല്ലോ അത്രയ്ക്കും അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് രസമായിട്ടാണ് ഓരോ പെർഫോമൻസും അതിങ്ങനെ കണക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സ്റ്റോറി ബേസിസിലാണ് പോകുന്നത്. പ്രോഗ്രാംസ് എല്ലാം ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇത് എൻഡ് ചെയ്യാനും അത്യാവശ്യം നല്ല ടൈം എടുക്കും തോന്നുന്നുണ്ട്. അപ്പം ഒരുപാട് നേരം ലേറ്റാവും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ശരിക്കും മനസ്സോടെയാണ് കേട്ടോ ഇവിടുന്ന് പോകുന്നത്. നമ്മൾ തിരിച്ചു പോവുകയാണ്. പാറുക്കുട്ടിയുടെ ഡാൻസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അതിൽ എടുത്ത് പറയേണ്ട ഒരു സംഭവം, നമ്മൾ കഷ്ടപ്പെട്ട് വെച്ചിട്ടുള്ള മുടിയൊന്നും ഡാൻസ് കളിക്കുന്ന ടൈമിൽ അവളുടെ തലയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും മുടിയൊന്നും വയ്ക്കാണ്ട് കളിക്കായിരുന്നു ഏറ്റവും നല്ലത് എന്ന് തോന്നി. എന്നിരുന്നാലും അവളത് അറിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് അവൾ നന്നായിട്ട് കളിച്ചത് തന്നെ. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഭയങ്കര സങ്കടമാവും. അപ്പം മനസ്സിലോടെ ഞാനത് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.